നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീകാര്യം പാങ്ങപ്പാറ ജംഗ്ഷൻ സമീപം. പാങ്ങപ്പാറയിൽ നിന്നും കാര്യവട്ടത്തേക്ക് പോകുമ്പോൾ മെയിൻ റോഡിൽ നിന്നും വെറും 300 മീറ്റർ മാറി 5.5 സെന്റിലായിട്ട് 2150 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായി ചുടുകളിൽ തീർത്ത ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്കത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടൊരു മുറ്റം, ഏകദേശം 2 വണ്ടി ഈസി ആയിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. നമുക്കത് ഇവിടെ തന്നെ കുറച്ചും കൂടി സൈഡ് ഗേറ്റ് കൂടി ആക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ രീതിയിൽ തന്നെ 2 വണ്ടി പാർക്ക് ചെയ്യാം. അത്രയും ഭാഗം നമുക്ക് പൂർണ്ണമായി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ഈ കാണുന്ന ഒരു കിണറാണ്, നല്ല ശുദ്ധമായ വാട്ടർ, നല്ല രീതിയിലുള്ള ഒരു വാട്ടറാണ്. അപ്പോൾ അത് നമുക്ക് ഈ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഈ സൈഡിലേക്ക് നമുക്ക് ഗാർഡനിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ടെക്നോ പാർക്ക് ബേസ് ചെയ്തോ അല്ലെങ്കിൽ ശ്രീകാര്യം ബേസ് ചെയ്തോ ഒത്തിരി കസ്റ്റമേഴ്സ് എൻക്വയറി ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീടാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമാണ് ഇതിലേക്ക് വരാനുള്ള ദൂരം എന്നുള്ളത്. പൂർണ്ണമായും ഞാൻ പറഞ്ഞ ചുടുകല്ലാണ് ഇതിൽ പണിതിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറയുന്നത് തേക്കും തടിയും പ്ലാവും തടിയും ആഞ്ഞിലിയാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട്. അതുപോലെ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ പൂർണ്ണമായും വാസ്തുപ്രകാരമാണ് കൺസ്ട്രക്ഷൻ ചെയ്തത്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ഡോർ എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു വിശാലമായ, വേറെ എങ്ങും കാണാൻ പറ്റാത്ത, ലക്ഷറി ഹൗസിൽ പോലും നമുക്ക് തോന്നിക്കാത്ത രീതിയിലൊരു ഒരു വിശാലമായ ഒരു ഹോൾ ഏരിയ, പൂർണ്ണമായും അതിൽ നല്ല ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ വേറെ പോസിറ്റീവ് ഇതിനകത്ത് എല്ലാ സൈഡും നമുക്ക് ലൈറ്റ്സിന്റെ ആവശ്യമില്ല. പൂർണ്ണമായി ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട് ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സൈഡ് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് ഗ്ലാസ് പാറ്റേൺ ആണ്. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു ഗ്രില്ലായിട്ടും കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും എന്താ കണ്ടില്ലേ, കംപ്ലീറ്റും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ടംബേഡ് ഗ്ലാസ് ആണ്. നമുക്ക് സേഫ്റ്റിക്ക് ഒന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ഉണ്ടായിട്ടില്ല. മുകളിൽ നിന്നുള്ള നല്ലൊരു സൂര്യപ്രകാശം ഡയറക്റ്റ് ചെയ്യുന്നു. ഈ സൈഡിൽ നിന്ന് വരുന്നു. വാളുകൾ കംപ്ലീറ്റും ഗ്ലാസും മെറ്റലും ചേർത്താണ് കൊടുത്തിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഡിസൈനിങ് ആണ്. ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്യാനായിരിക്കും ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ വർക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതിലകത്തേക്ക് കയറുമ്പോൾ താഴത്തെ റൂമിൽ അല്ലെങ്കിൽ താഴത്തെ ഫ്ലോറിൽ വന്നിട്ട് ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നല്ല രീതിയിലുള്ള ഫിറ്റിംഗ്സും അതിനകത്തുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേഷ്യസും ഉണ്ട്. ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂമും നല്ല സൈസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കൊക്കെ ഒരു ഡിസൈനിങ്ങിന്റെ ഒരു ഇതായിട്ട് ഒരു വെറൈറ്റി ആയിട്ടൊക്കെ അവർ കുറച്ച് ബോക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്നും നമ്മൾ ഇവിടെ ചെറിയൊരു കുഞ്ഞൊരു ബാൽക്കണി ഏരിയയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് താഴെ സെല്ലാറും മുകളിലേക്ക് 2 ഫ്ലോറോട്ടാണ് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായും ഫില്ലറിലാണ്. നമുക്ക് താഴെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്പേസ് താഴത്തെ ഇതിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു നല്ല വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ ആണെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ഒരു ലിവിംഗ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്താൽ പോലും നമുക്ക് വീണ്ടും നല്ല ഒത്തിരി സ്പേഷ്യസ്, ഇവിടെ TV സ്റ്റാൻഡോ അല്ലെങ്കിൽ TV വയ്ക്കാനുള്ള ഏരിയ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് നമുക്ക് ഈ വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മനോഹരമായ രീതിയിലൊക്കെ തന്നെ അവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ജാഗോറിന്റെ ഫിറ്റിംഗ്സ് ഒക്കെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടൈപ്പ് കിച്ചൺ എന്ന് ഞാൻ പറയുന്നത് ഇതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലൂടെ ഏരിയ വരും. അതും നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അതിലും ധാരാളമായ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫേബറിന്റെ ആണ് നമ്മുടെ ചിമ്മിനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇന്നത്തെ ലേറ്റസ്റ്റ് മോഡലിലുള്ള സിങ്കും അതുപോലെ തന്നെ പൈപ്പും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും വേറെ കുറവൊന്നും വരുത്തിയിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസും പിന്നെ കളർ പാറ്റേൺ ആയാലും വൈറ്റും ബ്ലാക്കും ഒരു കോമ്പിനേഷൻ എന്തായാലും ഈ വീട്ടിൽ നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് നേരത്തെ പറഞ്ഞതിനെ കംപ്ലീറ്റ് വാളുകൾ കംപ്ലീറ്റ് ഗ്ലാസുകൾ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പൊ മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം ഒരു ടൈലിന്റെ കളർ പാറ്റേൺ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുണ്ട്. വീടിന്റെ കളറും ഫുള്ള് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും എല്ലാ സൈഡിലേക്കും നല്ല ഒരു ഗ്ലാസിന്റെ ഒരു പാറ്റേൺ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹോൾ ഏരിയ. വാളിലൊക്കെ നമുക്ക് ഒരു സോക്കേഴ്സ് പോലെ അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് കുഞ്ഞിലെ കളർ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലത് വരെ ഇവിടെയൊക്കെ നമുക്ക് സോക്കേഴ്സ് ആയിട്ട് നമുക്ക് ഫ്ലവറും ഒക്കെ വെക്കാൻ പറ്റും. ഒരു പോസിറ്റീവ് എനർജി എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്ന ഒരു ഹോൾ ഏരിയ ഉണ്ടല്ലേ, നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഹോൾ ഏരിയ. മുകളിലത്തെ ഫ്ലോറിൽ വന്നിട്ട് 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി വീട്ടിന് 3 ബെഡ്റൂമുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ബെഡ്റൂം വരുമ്പോൾ ബെഡ്റൂം ആയാലും നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. നന്നായിട്ട് അതിനകത്തുള്ള
കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസുകളും കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നമുക്ക് ഫ്ലവർ ഒക്കെ വെക്കാനായിട്ടുള്ള അത്യാവശ്യം നല്ല അതും അതുപോലെ തന്നെ ഒരു സിറ്റൗട്ട് ഏരിയ ആണ്. എല്ലാ റൂംസിലത്തേക്കും ഒരു സിറ്റൗട്ട് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടും ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു ഫീലിങ്സ് ഉണ്ട്. കാരണം എല്ലാ റൂമിലും ഒരു സിറ്റൗട്ട് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി നമുക്ക് കുറച്ച് ടൈമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ എന്തുകൊണ്ടും ഒരു ബെറ്റർ ചോയ്സ് ആയിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ള ബാത്റൂം സൈൻസുകളും എല്ലാം തന്നെയാണ് നല്ല വലിപ്പമുള്ളതും നല്ല അത്യാവശ്യം കളർ പാറ്റേണും ഒക്കെ തന്നെ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു പ്രീമിയം ക്വാളിറ്റി കളർ പാറ്റേൺ കൂടെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂമിന്റെ സൈസിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും താഴത്തെയും മറ്റു ബെഡ്റൂമുകളെ കാണുമ്പോൾ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് വാളിലൊരു നല്ലൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമുകളിലാണ്. ഇത് ജാഗോറും സെറയും 2 ടൈപ്പുകളാണ് ഇതിന്റെ ബാത്റൂം ഫീച്ചേഴ്സുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വീടുകളിൽ വരുന്ന ടൈപ്പ് തന്നെയാണ് അതിലെ ബാത്റൂംസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ ഒരു സിറ്റൗട്ട് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിലുള്ള നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് ഏരിയ. അത്യാവശ്യം വൈഡാണ്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം ഒരു 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 മീഡിയം ടൈപ്പ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് നമുക്ക് ഇതിനെ കാറ്റഗറി പെടുത്താം. പക്ഷേ റോഡിന് വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തേക്കും പോകാനുള്ള ആക്സസിബിലിറ്റി എന്നുള്ളത് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. നമുക്ക് ഇതുവഴി മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഊഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ ഒരു ചെയറോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ കൂടി നല്ലതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴക്കൂട്ടം ബേസ് ചെയ്തോ അല്ലെങ്കിൽ തന്നെ ശ്രീകാര്യം ബേസ് ചെയ്തോ പാങ്ങാപ്പാറ ടെക്നോ പാർക്ക്, കാര്യവട്ടം ക്യാമ്പസ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ്, അതുപോലെ കാര്യവട്ടം ക്യാമ്പസിനൊക്കെ നോക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റിയ വീടാണ് 5.5 സെന്റിലായിട്ട് 2150 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും ചുടുകളിൽ തീർത്ത ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,08,00,000 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുട്ടി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.